ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ഹെയർ കെയർ ടിപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ചെമ്പരത്തി ഇല വേണം കേട്ടോ. ഒരു താളി എന്ന് വേണമെങ്കിൽ പറയാമേ. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളിതാ കുറച്ച് ചെമ്പരത്തി ഇലയും അതിൻ്റെ ഒരു പൂവൊക്കെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകണം കേട്ടോ. അതിൽ കുറച്ച് പ്രാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കണമേ. പിന്നെ നമ്മളിതിലേക്ക് ഒരു കറ്റാർ വാഴയും കൂടി എടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു തണ്ടാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അതിൻ്റെ ഒരു മഞ്ഞ കറയുണ്ടല്ലോ, അത് ഉറപ്പായിട്ട് നമ്മൾ കഴുകി കളയണം കേട്ടോ. എന്നിട്ട് മാത്രമേ എടുക്കാവുള്ളേ. അപ്പോൾ അതാ ഒരു ചെറിയൊരു തണ്ട് കറ്റാർ വാഴയും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ ജെല്ല് നമ്മൾ വാങ്ങിക്കുന്ന ബോട്ടിലിൽ നിന്ന് അങ്ങനെ എടുത്തിരുന്നാലും മതിയേ. ഇനി നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഒരംശം പോലും വെള്ളം ചേർക്കാതെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പം നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. നല്ല തിക്കായിട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ചെമ്പരത്തിയും അതുപോലെ കറ്റാർ വാഴയൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ എടുക്കുന്നത് എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബൗളിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഏതെണ്ണയാണോ എടുക്കുന്നത് അത് എടുക്കാം കേട്ടോ. കാച്ചിയ എണ്ണയാണെങ്കിൽ അത് എടുക്കാമേ. അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടാക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ എണ്ണ എടുത്ത പാത്രം ഉണ്ടല്ലോ, അത് ആദ്യമേ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയേ. അപ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടി നമുക്ക് എണ്ണ കിട്ടുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് തലയിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ എടുത്ത എണ്ണയും നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് തലമുടിയൊക്കെ ഒന്ന് ചീകി അതിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കളയണം. നന്നായിട്ട് ഈരിക്കളയാം കേട്ടോ. അത് വലിച്ച് പൊട്ടിച്ചൊന്നും എടുക്കണ്ട. പല്ലകന്ന ചീപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈരി കെട്ടുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ആ ചെറിയ ചൂടോട് കൂടി വെച്ചിട്ടുള്ള എണ്ണയുണ്ടല്ലോ, അതാണ് നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ താളിയുണ്ടല്ലോ, അത് തേച്ച് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഓയിൽ മസാജൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് താളി തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ടത് കൊണ്ട് നാളെ പനങ്കൊല പോലെ മുടി വളർന്നു വരും എന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. നമുക്ക് ഉള്ള മുടി അത് എത്രയും ആയിക്കോട്ടെ, കുറച്ചായിരിക്കാം, അത് കൂടുതലായിരിക്കാം, തോളറ്റം വരെ ചിലപ്പോൾ മുടി കാണുള്ളായിരിക്കും, അല്ലെങ്കിൽ എത്ര നീളം കുറഞ്ഞ മുടിയാണെങ്കിലും നീളമുള്ള മുടിയാണെങ്കിലും നമുക്ക് അത് നല്ല ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിൽ. നമ്മുടെ ഹെൽത്ത് നമ്മൾ എത്രമാത്രം നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നോക്കുന്നുണ്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിയും നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സംരക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മുടി അങ്ങ് വളർന്ന് കുറേ അങ്ങ് വരും എന്നൊന്നുമല്ല, നമ്മുടെ മുടിക്ക് കൊടുക്കുന്ന ഒരു കെയറുകളിൽ ഒന്നാണ് ഈ ഒരു ഹെയർ പാക്ക്. അപ്പം ഞാൻ ഇതാ മുഴുവനായിട്ടും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ തലയിൽ നന്നായിട്ട് വെച്ചതിന് ശേഷം നമുക്കതങ്ങ് കഴുകിക്കളയാം. അപ്പോൾ കഴുകിക്കളയുമ്പോഴും നന്നായിട്ട് അത് തലയിൽ നിന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പം നമ്മൾ തേച്ച് കൊടുത്ത താളിയൊക്കെ തലയോട്ടിയിൽ പറ്റിപ്പിടിച്ചിരുന്നാലും പിന്നീട് താരനൊക്കെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം നന്നായിട്ട് കഴുകിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, താങ്ക് യു.